അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സയ്യിദ് ബിൻ ചെർപ്പശ്ശേരിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് വീടുകളുടെ ചാകരയാക്കാം. ചാകരയാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.5 ലക്ഷം രൂപ മുതലുള്ള വീടുകളാണ് വരാൻ പോകുന്നത്. 5.5 വരുന്നുണ്ട്, 12ന്റെ വരുന്നുണ്ട്, 10ന്റെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് വീടുകളായിട്ട് നമ്മൾ വരുന്നത്. അപ്പൊ 5.5 ലക്ഷം രൂപയുടെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ ഒറ്റപ്പാലം താലൂക്കിലാണ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് 3-4 കിലോമീറ്റർ ചുറ്റളവിലാണ്. നമുക്കത് റെയിൽവേന്റെ അടുത്താണ്. അപ്പൊ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. അതിന് 10 സെന്റ് അല്ലെ 9 സെന്റ് സ്ഥലം, 9 സെന്റ് സ്ഥലവും ഒരു വീടുമാണ്. ഓപ്പൺ കിണറോട് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളുണ്ട്. ഈ വീടുകളുടെയൊക്കെ പരിസരത്താണ്. എല്ലാ വണ്ടിക്കും വരും. ഒറ്റപ്പാലം ടൗണിന്റെ അടുത്താണ്. ഈ കാണുന്ന വീട് എത്ര സെന്റ് സ്ഥലം? അതില് എത്ര സ്ഥലം? 9 സെന്റ്. ഓപ്പൺ കിണർ, ഓപ്പൺ കിണറോട് കൂടി 9 സെന്റ്. ഈ കിണറുണ്ടായില്ല കേട്ടാ. ഈ മാവ് പുറത്താണ്, മാവ് അതിൽ പെട്ടല്ല. കിണറുണ്ട്, നല്ലൊരു വീടുണ്ട്, ഓപ്പൺ കിണറുണ്ട്, തെങ്ങുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ സ്ഥലവും കാര്യങ്ങളും വെള്ളവും സൗകര്യമൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇത് റെയിലാണ്. ഈ ഒരു വിഷയം ഇവിടെ ഉള്ളൂ, ബാക്കിയൊക്കെ ക്ലിയറാണ്. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വരിക, വളരെ വില കുറച്ചായിട്ട് മേടിച്ചിരും. അപ്പൊ ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം സിവിൽ സ്റ്റേഷന്റെ അവിടെ നമുക്ക് 2 കിലോമീറ്റർ ആണ് ദൂരം. അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് നമുക്ക് വരാൻ 4 കിലോമീറ്റർ ആണ് ദൂരം. വാഹനത്തിന് വരാനുള്ള സൗകര്യമുണ്ട്. ഇതിന്റെ തൊട്ടത് നമുക്ക് റെയിൽപാളാണ് കേട്ടോ. അപ്പൊ ട്രെയിനിന്റെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് കടന്നുറങ്ങാൻ നല്ല സുഖം ഉണ്ടാവും. ചില ആളുകൾക്ക് ട്രെയിനിന്റെ സൗണ്ട് കേട്ടാലേ ഉറക്കം വരുള്ളൂ. അപ്പൊ അങ്ങനത്തെവർക്ക് നല്ല ഒരു വീടാണ്. വെറും 5.5 ലക്ഷം രൂപയ്ക്കാണ് തരാൻ പോകുന്നത്. 2 നിലയാണ് വീട്, താഴെയും മുകളിലുമാണ്. അപ്പോ നമുക്കത് കണ്ടു. അപ്പൊ അതിന്റെ വിവരങ്ങൾ പറയുന്നത് വെറും 5.5 ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് കേട്ടോ. അപ്പൊ അടുത്ത വീട് നമ്മൾ കാണാൻ പോകുന്നത് ഒറ്റപ്പാലത്ത് നിന്ന്, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് നിന്ന് ചെർപ്പളശ്ശേരിയോട് പോകുമ്പോൾ കോതകുറിശി ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ചുറ്റളവിലാണ്. 14 സെന്റ് സ്ഥലവും നല്ലൊരു ഓട്ട് വരയും, അതുപോലെ തന്നെ റോഡ് സൈഡ്, 4 വീടുകളുള്ള ഏരിയയിൽ വെറും 12 ലക്ഷം രൂപയ്ക്കാണ് നല്ലൊരു വീട് കിട്ടാൻ പോകുന്നത്. 14 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമചതുരമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. 2-3 വീട് വെക്കാൻ സൗകര്യമാണ്. അതിന് പറയുന്ന വില വെറും 12 ലക്ഷം രൂപ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ, ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒറ്റപ്പാലത്ത് ചെർപ്പളശ്ശേരിക്ക് പോകുമ്പോൾ കോതകുറിശി ചളവറക്ക് പോകുമ്പോൾ ഒരു 1-1.5 കിലോമീറ്റർ കേട്ടോ. ബസ് റൂട്ടിൽ നിന്ന് ആകെയുള്ളത് ഒരു 400-500 മീറ്ററിന്റെ ഉള്ളിലാണ് ആകെയുള്ള ദൂരം. സ്കൂള് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. 4 പുറം വീട്ടുകളുണ്ട്. ഇതിന്റെ മൊത്ത വിലയാണ് പറയുന്നത് കേട്ടോ. 14 സെന്റ് സ്ഥലവും ഈ കാണുന്ന പഴയകാല പ്രൗഢിയുള്ള വീട് എന്ന് തന്നെ പറയാം. പക്ഷെ നമുക്ക് കുറച്ച് പട്ടിക കഴുക്കലൊക്കെ മാറ്റേണ്ടി വരും. ഇത് വെറും 12 ലക്ഷം രൂപയ്ക്ക് കേട്ടോ. വെറും 12 ലക്ഷം രൂപയ്ക്ക് നല്ല ഫ്രണ്ടേജ് ഉണ്ട്. 2-3 പാർട്ടിക്ക് വീട് വെക്കാം. 13 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് 12 ലക്ഷം രൂപയ്ക്ക് നമുക്കിത് മേടിക്കാം കേട്ടോ. ഈ കാണുന്ന വീടും സമചതുരമായിട്ടുള്ള 14 സെന്റും. അപ്പം ഇങ്ങനെ ഒട്ടനവധി വീടുകൾ നമ്മുടെ ചാനലിൽ കൂടെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കുക, നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് എത്തിക്കുക. പല ഭാഗത്തായിട്ടാണ് ഇന്നത്തെ വീടുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പല ഭാഗത്ത് വീട് വേണ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ ബിസ്മി റിയൽ എസ്റ്റേറ്റ് ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. കണ്ടില്ലേ, നല്ല അടിച്ചാപ്പൊളി വീട് കണ്ടില്ലേ, നല്ല പഴയകാല വീടാണിത് കേട്ടോ. നല്ല സൗകര്യങ്ങളുണ്ട് കണ്ടോ. നമ്മൾ വീടിൻ്റെ ഉള്ളൊന്നും എടുത്തിട്ടില്ല, കാരണം ഓടിട്ട വീടാണല്ലോ, അതിന് വില കണക്കാക്കണ്ട. ഈ സ്ഥലത്തിൻ്റെ മാത്രം വില കണക്കാക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. സ്ഥലത്തിൻ്റെ വില മാത്രം കണക്കാക്കുക. പക്ഷേ എന്താണ്, നമുക്ക് തൽക്കാലം ഉറങ്ങാൻ താമസിക്കാൻ ഒരു വീടുണ്ടെന്ന് മാത്രം കുറച്ച് പട്ടിക നേരാക്കി കഴിഞ്ഞാൽ കേട്ടോ. അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട്. കുളിക്കൂർ ചമയങ്ങൾ കാര്യങ്ങളൊക്കെ 4 പുറമുണ്ട്. അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് സമചതുരമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി, നല്ലൊരു സ്ഥലം. ഇതാണ് കിട്ടാൻ പോകുന്നത് വെറും 12 ലക്ഷം രൂപയ്ക്ക്. റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ പോരാ, ടാറിങ് റോഡ് സൈഡ് കേട്ടോ. ടാറിങ് റോഡിലാണ് സംഭവം നിൽക്കുന്നത്. അപ്പോൾ ഹബീബിങ്ങളെ അടുത്തത് കാണുഞ്ഞ്. അപ്പൊ ഈ രണ്ടാമത്തെ വീട് നിങ്ങൾ കണ്ടു. നല്ല വലിയ ഓട്ടുപെരയാണ്. പക്ഷെ നമുക്ക് പെരമ്പലേശം റിപ്പയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ഥലത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി. എന്നാൽ തൽക്കാലം താമസിക്കാൻ ഒന്ന് നേരാക്കി കഴിഞ്ഞാൽ നല്ല ഓടിട്ട വീട് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അവർക്ക് അനുയോജ്യമായതാണ്. നിറയെ വീടുകളുള്ള ഏരിയയില് വെറും 12 ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അടുത്തത് നമുക്ക് പാലക്കാട് നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരുമ്പോൾ പത്രിപ്പാല ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ചുറ്റളവില് 3 സെന്റ് സ്ഥലം, 2 ബെഡ്റൂമുള്ള ഒരു വാർപ്പ് വീട് വെറും 12 ലക്ഷം രൂപയ്ക്കാണ്. അതും കൂടെ കാണാം. പാലക്കാട് ജില്ലയിൽ പാലക്കാട് പൊന്നാനി ഹൈവേ പത്രിപ്പാലത്ത് നിന്ന് ഒരു 700 മീറ്റർ ദൂരം.
കേട്ടോ. 650 സ്ക്വയർ ഫീറ്റ് വീട്, 3 സെൻറ്റ് സ്ഥലം, മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, 2 ബെഡ്റൂം കാര്യങ്ങൾ ഉൾപ്പെടെ. വെറും വില കമ്മിയാട്ടാ, 12 റുപ്യുള്ളൂ, 12 ലക്ഷം, 12. വീടിൻ്റെ സൈഡ് ഇതിൻ്റെ ഉള്ളിൽ 2 ബെഡ്റൂമാണേ കേട്ടോ. 2 ബെഡ്റൂം കാര്യങ്ങളൊക്കെയാണ് ഉള്ളിൽ, നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. നിലമ്പണി ബാക്കിയുണ്ട്, ഷീറ്റ് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ, സിമെൻറ്റ് ചെയ്ത് ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ബാക്ക് സൈഡ്. ബാക്കിലൊക്കെ നിറയെ വീടുകളാട്ടോ, ബാക്കിലൊക്കെ വീടുകളാണ്. ഈ ഭാഗത്തൂടെ ഒക്കെ വീടുകളാണ്. ഒരു 10-12 ലക്ഷം ഉറുപ്പ്യക്കേ ഇത് അധികം അല്ല വില കേട്ടോ. അപ്പൊ ആ വീട് നിങ്ങൾ കണ്ടില്ലേ, നല്ല വീടാണ്, എല്ലാ സൗകര്യത്തോടു കൂടിയാണ്. 4 ബെഡ്റൂം, 4 പുറം വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല 2 ബെഡ്റൂമിലുള്ള അടിച്ചാപ്പൊളി വീടാണ്. 12 ലക്ഷം രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതിന് കാര്യങ്ങൾ ആവശ്യം നിങ്ങൾ അറിയിക്കുക. നേരിട്ട് നമ്മുടെ ബിസ്മി റിയൽ എസ്റ്റേറ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക എന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് മണ്ണൂരാണ്. മണ്ണൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ പത്തിരിപ്പാലയുടെയും കോങ്ങാടിന്റെയും ഇടയിലാണ് മണ്ണൂർ, പാലക്കാട് ജില്ലയിൽ. അവിടെ നമുക്ക് 7.5 സെന്റ് സ്ഥലം, ഈ ഒരു 800-850 സ്ക്വയർ ഫീറ്റ് വീട്, 2 നല്ല അടിപൊളി ബെഡ്റൂമുള്ള നല്ല വാർപ്പ് വീടാണ്. പള്ളി മദ്രസക്കയിലെ തൊട്ടുണ്ട്. അത് വെറും 14 ലക്ഷം രൂപയ്ക്കാണ്. അതും കൂടെ നമുക്ക് കാണാം. വേറെ വീടുകളുടെ ഇടയിൽ കേട്ടോ, നമ്മുടെ മണ്ണൂരാണ് ഈ സംഭവം. ഈ വീട് മണ്ണൂർ പറഞ്ഞത് പത്തിരിപ്പാലം നിന്ന് കോങ്ങാട്ടേക്ക് പോകുമ്പോൾ, പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല കോങ്ങാട്ടേക്ക് പോകുമ്പോൾ മണ്ണൂർ സെൻറ്ററിൽ നിന്ന് ലേശം ഉള്ളിലേക്ക് പറഞ്ഞാൽ എല്ലാ വണ്ടിയും വരും. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പള്ളി 100-150 മീറ്ററിൽ പള്ളി, മദ്രസ, സ്കൂള് ഒക്കെ ഉണ്ട്. 7.5 സെൻറ്റ് സ്ഥലവും 765 സ്ക്വയർ ഫീറ്റ് കേട്ടോ. 765 സ്ക്വയർ ഫീറ്റാണ് വീട്. നല്ല വീടാണ്. 2 ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വീടുകളുടെ ചാകരായതുകൊണ്ട് നമ്മൾ ഫുള്ള് ഇടുന്നില്ല. പിന്നെ നിലം സിമെൻ്റ് ആയിട്ടിരിക്കുന്നത്, ടൈൽസൊന്നല്ല കേട്ടോ. ബാക്കി 2 ബെഡ്റൂമും വലിയൊരു ഹാള് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പ്ലാവ്, അങ്ങനെ പുറം ഭാഗമൊക്കെ കാണിച്ചിരുന്നു. ഇവിടെ ഒരു പ്ലാവ്, അവിടെ ഒരു പ്ലാവ്, അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ള സൗകര്യമാണെങ്കിൽ ഇവിടെ വെള്ള സൗകര്യം എന്താ, ഇവിടെ കോയൽക്കിണറാ ചോദിച്ച് പറയാം കേട്ടോ അല്ലേ. എന്താ ഇവിടെ എന്താ വെള്ള സൗകര്യം? തറവാട്ടിൽ നിന്ന് വെള്ളം എടുക്കില്ല, ഇവിടുത്തെ സെപ്പറേറ്റ് വെള്ളം എടുത്തില്ല. അപ്പോൾ എന്തെങ്കിലും കുഴിക്കണം, ഇവിടെ കോയൽക്കിണർ കുഴിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ വെള്ള സൗകര്യം കോയൽക്കിണർ എന്തെങ്കിലും ആക്കേണ്ടി വരും കേട്ടോ. തറവാട് പറയുമ്പോൾ നമുക്ക് വെള്ളം ഉപയോഗിക്കാനൊക്കെ എടുക്കുക, തറവാടാണിത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതിലാണെങ്കിൽ 4-5 ലക്ഷം രൂപ ബാങ്കിൽ ലോണും ഉണ്ട് കേട്ടോ. ആ ലോണ് വേണമെങ്കിൽ നിർത്തിത്തരാം. മൊത്തം 14 ലക്ഷം രൂപ, മൊത്തം 14. ഞാൻ റൂമുകൾ ഒന്ന് കാണിച്ചോട്ടെ. 2 റൂം ഒരേ വലുപ്പമല്ലേ. സിറ്റിംഗ് ഹാള് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ഹാള്, ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ. അപ്പോൾ 2 റൂം കാണിച്ചു തരാം ഏതായാലും സമയം. അത്യാവശ്യം വലിപ്പ സൗകര്യം. അതിൽ അറ്റാച്ച് ഉണ്ടോ ബാത്റൂം? ഒന്നിലുണ്ട് അല്ലേ. ഒന്നിൽ അറ്റാച്ച് ബാത്റൂം. ഇതിലാവില്ല അറ്റാച്ച്? ഇത് അറ്റാച്ച് ഇവിടെ. യൂറോപ്യൻ. കിച്ചൺ അത്യാവശ്യം, കിച്ചണിലൊക്കെ പിന്നെ ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ട് ക്ലിയറാക്കിയിട്ടുണ്ട്. അത്യാവശ്യം കിച്ചൺ നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഇതിന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി. അപ്പൊ നമ്മൾ ഈ വീട് കണ്ടു, ഇതിന്റെ പരിസരങ്ങളൊക്കെ കണ്ടു അല്ലേ. അപ്പൊ അതിന്റെ നമ്മൾ എല്ലാ ഭാഗങ്ങളും കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നല്ല വീടാണ്. അതിന്റെ ഓണർ ചോദിക്കുന്ന വില വെറും 14 ലക്ഷം രൂപയാണ് കേട്ടോ. വെറും 14 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. അവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ചെറുമക്കളൊക്കെ ഉണ്ടെങ്കിൽ പള്ളിയിൽ പോകാൻ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ മണ്ണൂര് നമുക്ക് അമ്പലങ്ങളുണ്ട്. അതേപോലെ എല്ലാ സൗകര്യമുണ്ട്. എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. അപ്പൊ അത് വെറും 14 ലക്ഷം രൂപ. അടുത്ത നമുക്ക് വരുന്ന ഒരു അടിച്ചാപ്പൊളി വീടാണ് കേട്ടോ. കാരണം പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ഹൈവേ കൊടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ചിലപ്പോൾ എന്റെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. എങ്കിലും നമ്മൾ ഒന്നും കൂടെ നിങ്ങൾക്ക് അത് ചെയ്തു തരാൻ പോവുകയാണ്. അതിന്റെ പുറമേയുള്ള വീഡിയോസ് നമ്മൾ കാണിച്ചു തരാം.
വെറും 50 ലക്ഷം രൂപയ്ക്ക് ഹൈവേന്റെ തൊട്ട് സെക്കൻഡ് ഫ്ലോട്ട് 12 സെന്റ് സ്ഥലവും 1850 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീടും ഓപ്പൺ കിണറോട് കൂടി അതും കൂടെ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദുൽ വിച്ചർപ്പുറശ്ശിയാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇത് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പാലക്കാട് ഹൈവേ, അതായത് നമ്മുടെ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് പോകുന്ന റോഡില് നമ്മുടെ ഹൈവേ വെറും 100 മീറ്റർ മാത്രം, 50 മീറ്റർ 100 മീറ്റർ ഒരു സെക്കൻഡ് ഫ്ലോട്ടിൽ അടിച്ചാപ്പുള്ളി ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 സെന്റ് സ്ഥലവും അതിനോട് ചേർന്ന് ഓപ്പൺ കിണറോട് കൂടി 1800 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ റേറ്റ് കമ്മിയായിട്ടാണ്. വളരെ റേറ്റ് കമ്മി പറഞ്ഞാൽ വെറും 50 ലാക്ക്, 50 ലക്ഷം ഓപ്പൺ കിണറുണ്ട്. ഹൈവേന്റെ സെക്കൻഡ് ഫ്ലോട്ടാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വീഡിയോസ് കാണാൻ നിങ്ങൾ ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കണം. തീർച്ചയായിട്ടും 4 പുറം വീടുകളുള്ള ഏരിയയാണ് കേട്ടോ. നല്ല നല്ല VIP ഏരിയയാണ്. ഇത് 3-4 ബെഡ്റൂം അറ്റാച്ച് കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് കേട്ടോ. വെറും 50 ലക്ഷത്തിനാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വീഡിയോസ് കാണാൻ നിങ്ങൾ ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനൽ ഇൻഷാ അല്ലാഹ് സന്ദർശിക്കുക. അപ്പൊ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, വീടുകളൊക്കെ 4 കാണിച്ചു തന്നു. ഇനി ഇതുപോലുള്ള വീടുകൾ ഒട്ടനവധി നമ്മുടെ അടുത്ത് പല ഭാഗത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് വീടുകൾ ആവശ്യമുണ്ടെങ്കിൽ ബിസ്മി റിയൽ എസ്റ്റേറ്റ് ഓഫീസുമായിട്ട് സമീപിക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് ലാൻഡ്, അതായത് 4 ഏക്കർ സ്ഥലം, ഇപ്പൊ നമുക്ക് റബ്ബറും കുറച്ച് തെങ്ങൊക്കെ പാടെ വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ സെന്റിന് വെറും 16,000 ഉറുപ്പ്യക്ക് തരും. എല്ലാ വണ്ടിയും ചെല്ലും. വെറും 16,000 ഉറുപ്പ്യക്കാണ് ഒരു സെന്റ് കിട്ടാൻ പോണത് കേട്ടോ. അതെവിടെയെന്ന് വെച്ചാൽ ഒറ്റപ്പാലം താലൂക്കിൽ തന്നെയാണ്. അതുപോലെ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം നമുക്ക് സെന്റ് 50 ഉറുപ്പ്യക്ക് ഉണ്ട് കേട്ടോ. ഒരു 27 സെന്റ് സ്ഥലം നമ്മുടെ കിടപ്പുണ്ട്. 2-3 പാർട്ടിക്ക് വീട് വെക്കാൻ ഉപയോഗിക്കാം. വെറും 50,000 ഉറുപ്പ്യാണ് സെന്റിന് വരുന്നത്. അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി സ്ഥലങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ എന്റെ ഹബീബികൾ, എന്റെ ചാനൽ എല്ലാ ഗ്രൂപ്പുകളും എത്തിക്കണം. ഇതുപോലുള്ള വീടുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പ്രവാസികൾ ഉണ്ടായിരിക്കാം, മറ്റുള്ളവരുണ്ടായിരിക്കാം, നാട്ടിൽ കൂലിപ്പണി ചെയ്യുന്നവരുണ്ടായിരിക്കാം. അവർക്കൊക്കെ ഉപകാരപ്പെട്ടെ എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം. ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ കൊടുക്കാണ്ട്, ചെറിയ വിലയുടെ സ്ഥലങ്ങൾ നമ്മുടെ ഒട്ടനവധി ഉണ്ട്. അത് നിങ്ങൾ അറിയിക്കുകയാണ്. ഒരു ഫാം തുടങ്ങാൻ പറ്റിയ സ്ഥലം നമുക്ക് പഴമ്പാലക്കോട് ഭാഗത്ത് നമുക്ക് 18,000 ഉറുപ്പ്യ സെന്റിന് കിട്ടാണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇടാത്തതാണ്, നമ്മൾ 21 സെന്റ് സ്ഥലമുണ്ട്. വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. സെന്റിന് 42,000 ഉറുപ്പ്യാണ് വരുന്നത്. സെന്റ് 42,000 ഉറുപ്പ്യ കേട്ടോ. വീട് വെക്കാൻ ഇത് ലാസ്റ്റ് ഫൈനൽ റേറ്റാ പറയണം കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കുക. അപ്പൊ ഈ 42,000 ഉറുപ്പ്യ എന്ന് പറഞ്ഞാല് വേങ്ങശ്ശേരിയിലാണ് സ്ഥലം കേട്ടോ. അപ്പൊ 10 സെന്റ് വേണമെങ്കിൽ അങ്ങനെ തരാം, അല്ല ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ തരാം. വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ, നിങ്ങൾ വീടുകളെല്ലാം കണ്ടു അല്ലെ? ഇതിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം എങ്കിൽ നമ്മളെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള വീടുകൾ നമുക്ക് ചേലക്കരയിലുണ്ട്, പഴയന്നൂരുണ്ട്, തിരുവില്ലാമലുണ്ട്, തൃശ്ശൂർ ജില്ലകളിൽ. അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലുണ്ട്, അങ്ങാടിപ്പുറത്തുണ്ട്, കൊളത്തൂരുണ്ട്, പാങ്ങുണ്ട്, ചേണ്ടിയുണ്ട്. അങ്ങനെ ഒരുപാട് വീടുകൾ ഒരുപാട് ഭാഗങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇനി കരുവാരുണ്ട്, കാളിയാവ്, നിലമ്പൂര്, വഴിക്കടവ്, മണിമൂലി എന്നീ ഭാഗങ്ങളിലേക്ക് നമ്മള് അടുത്ത ആഴ്ച തന്നെ വരികയാണ്. അവിടെ ഏതെങ്കിലും വീടുകൾ വിൽക്കാനുള്ളവർ നമ്മളെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതുപോലെ വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് വിറ്റു തരുന്നതായിരിക്കും. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരോടാണ്. ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാങ്കും അല്ല, നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക് ഒഴിച്ച് സർവീസ് ബാങ്ക്, അതേപോലെ തന്നെ അർബൻ ബാങ്ക് എന്നീ ഹബീബിങ്ങളോട് എനിക്കൊരു പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ഇന്നലെ ബാങ്കിൽ പോയിട്ട് ബാങ്ക് മാനേജറുമായിട്ട്, സർവീസ് ബാങ്കിലെ മാനേജറുമായിട്ടും അതുപോലെ തന്നെ അർബൻ ബാങ്കിലെ മാനേജറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. നമുക്ക് സാധാരണക്കാർ ലോൺ എടുക്കുന്ന വീടുകൾ കൂടുതലും സർവീസ് ബാങ്ക് ആൻഡ് അർബൻ ബാങ്ക് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ജപ്തി ആയതുണ്ടാവാം, അടവ് തെറ്റിയതുണ്ടാകാം. അപ്പൊ അവർക്ക് അടക്കാൻ കഴിയാതെ വരാം. അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സമീപിക്കുന്നുണ്ട്. ഈ സമീപിക്കുന്ന ടൈം എപ്പോഴാണെന്ന് അറിയോ? ഫെബ്രുവരി മാർച്ചിലാണ്. അതെന്താന്ന് വെച്ചാൽ ഫെബ്രുവരി മാർച്ച് സമയത്ത് നമുക്ക് എന്താണ്, ഇവർക്ക് നോട്ടീസ് ബാങ്ക് അയക്കും. ഇത്ര പലിശ അടവ് തെറ്റിയിട്ടുണ്ട് ഇന്നന്മാര്. അപ്പൊ വീട്ടുകാർ പേടിക്കുകയാണ്, കാരണം ജപ്തിയിൽ പോകും. അങ്ങനെ നമ്മളെ ബിസ്മി റിയൽ എസ്റ്റേറ്റ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് നമ്മളെ സമീപിക്കുകയാണ്, വിറ്റ് തരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് വാങ്ങാൻ വരുന്നവർ ലോൺ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് നമ്മളടുത്ത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ബാങ്കുകാരോട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മറ്റുള്ള ബാങ്കുകളിലെ പോലെ നിങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്യാനുള്ള സംവിധാനം നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരെയും ഈ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി. കാരണം ഒരുപാട് ആളുകൾ ആത്മഹത്യ റോക്കില. ഇന്ന് ഇപ്പൊ എന്റെ ഒരു സ്നേഹിതം വിളിച്ചിട്ട് പറഞ്ഞ്, നമ്മൾ അറിയുന്ന ഒരാളാണ്, വീടിന് ലോണായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, ആത്മഹത്യയുടെ വക്കിലാണ് പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടേക്ക് ഓവർ ചെയ്ത് ഈ 2 ബാങ്കുകാർ ചെയ്തു തരികയാണെങ്കിൽ നമുക്ക് ആ ബാങ്ക് ലോൺ ജപ്തിയുള്ള വീടുകളൊക്കെ എടുക്കാൻ മറ്റു ടീമുകളുണ്ട്. കാരണം ഒരു 20 ഉറുപ്പിയുടെ വീട് എടുക്കുന്നെങ്കിൽ ഒരു 10 ലക്ഷമോ 8 ലക്ഷമോ അവരുടെ കയ്യിലുണ്ടാകുക.
അപ്പൊ ബാക്കി നമുക്ക് ഈ സർവീസ് ബാങ്കുകാരോ അല്ലെങ്കിൽ ഈ അർബൻ ബാങ്കുകാരോ ടേക്ക് ഓവർ ചെയ്ത് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വിജയകരമായിരിക്കും. അത് ബാങ്കിനും ഗുണമാണ്, വാങ്ങുന്നവനും വിൽക്കുന്നവനും ഗുണമാണ്. അപ്പൊ എല്ലാവരും അതോടെ സഹകരിക്കണം. അതുപോലെ തന്നെ എന്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത് ഈ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഇത്രയും വിവരങ്ങൾ ഇത് ഞാൻ വെച്ച് പറയുകൊണ്ടാണ്. അപ്പൊ ഇത് എല്ലാവരുടെ ഗ്രൂപ്പിലേക്ക് എത്തിക്കാം. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. ചെറുതും വലുതുമായ വീടുകൾ വാങ്ങുന്നവർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് എന്റെ ഹബീബിങ്ങൾ ചാനൽ കാണുന്ന എല്ലാ ഹബീബിങ്ങളും ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള അടുത്ത വീഡിയോ വരും വരയ്ക്കും കുല്ലുക്കും മഅസ്സലാമ.